ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊരിയും ശർക്കരയും വെച്ചിട്ടൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ മണലമാസമൊക്കെ അല്ലേ, നമ്മളെ അടുത്ത് പൊരിയൊക്കെ സുലഭമായിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം. പൊരി ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ ഫ്ലെയിം കുറച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ലോണം മൊരിയേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആവും അപ്പോൾ തന്നെ. ഇതൊന്ന് ഇളക്കി ചൂടാക്കി വന്നാൽ നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇനി ശർക്കര ഒരുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 കല്ല് ശർക്കര ഇടുന്നുണ്ട്. ഈ ശർക്കര നന്നായി ഉരുകി വന്നതിന് ശേഷം കുറുക്കിയെടുക്കണം. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിത് കുറുകി വരുന്നുണ്ടല്ലോ അല്ലേ, ഇതിനി പാകം നോക്കാം. പതയൊക്കെ ഒന്ന് താന്ന് കട്ടിയുള്ള പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു വലിയ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വലിയ പ്ലേറ്റിലിരുന്ന് ഇതൊന്ന് നല്ലോണം തണുക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊരിയിട്ട് കൊടുക്കാം. പൊരിയിട്ട് നന്നായി യോജിപ്പിക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചെറിയൊരു ചൂടുണ്ടാവും, അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. കയ്യിൽ മാത്രമല്ല, നമ്മളെടുക്കുന്ന ഉരുട്ടി വയ്ക്കുന്ന പ്ലേറ്റിൽ കൂടിയായി എണ്ണയൊന്ന് തേവി കൊടുക്കാം. അതിൻ്റെ ശേഷം ചെറിയ ചെറിയ പിടിയായിട്ട് നമുക്കിത് വെക്കാം. ഉരുളയാക്കാനായിട്ടില്ല, കാരണം ഒന്ന് തണുത്ത് വരുമ്പോഴാണ് ഇത് ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുക. ഇത് ചൂടോടെ ചെറു ചൂടാണെങ്കിലും ഇത് ഉണ്ടയായി കിട്ടുന്നില്ല നമുക്ക്. അപ്പം പിടിയായിട്ട് വെക്കാം. ഇത് പണ്ടൊക്കെ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുമായിരുന്നു. പൊരിയുണ്ട കഴിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എല്ലാവരും. നല്ല ടേസ്റ്റാണ്. പൊരി കണ്ടപ്പോൾ അങ്ങനെ ഒന്നുണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയക്ക് ഉണ്ടാക്കിയാൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. വൈകുന്നേരമൊക്കെ അവർ വരുമ്പോൾ ചായക്ക് ഉണ്ടാക്കി കൊടുത്താൽ. ഇത് നമ്മൾ ഓരോ പിടിയായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഒന്നുകൂടി തണുത്തിട്ട് നമ്മൾ കയ്യിലെ ശർക്കരയൊക്കെ നല്ലോണം കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. തണുക്കുമ്പോൾ ഒന്നുകൂടി ഉണ്ടായിട്ടെടുക്കാൻ കഴിയും. പിന്നെ ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ, ഇത് അലിഞ്ഞിരിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.